ഉയിർപ്പ് രണ്ടാമതൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ബദരിന് സൗഖ്യം. നമ്മുടെ സംസാരശക്തി കേൾവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേൾക്കാത്തവൻ അവ്യക്തമായ ശബ്ദം മാത്രം പുറപ്പെടുവിക്കുന്നു. ചുണ്ടുകളുടെ നീക്കങ്ങളിലൂടെയും ആംഗ്യങ്ങൾ ശ്രദ്ധിച്ചും മറ്റുള്ളവരുമായി സംവേദനം നടത്താനുള്ള പരിശീലന രീതികൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് ജന്മനാൽ ബധിരനും ഊമനുമായ ഒരുവനെ സൗഖ്യപ്പെടുത്താൻ ചിലർ യേശുവിന്റെ അരികിൽ കൊണ്ടുവരുന്നു. വരാനിരിക്കുന്ന മിശിഹ നാവിന്റെ കെട്ടുകൾ അഴിക്കും എന്ന യെശയ്യാ പ്രവചനം 35:6 അങ്ങനെ നിറവേറപ്പെട്ടു. എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞെങ്കിലും വിലക്കിനെ ലംഘിച്ച് കൂടുതൽ ശുഷ്കാന്തിയോടെ അവൻ യേശുവിന്റെ അത്ഭുതം പ്രഘോഷിച്ചു. ഒരു അത്ഭുത പ്രവർത്തകനായി കയ്യടി വാങ്ങാനല്ല അവൻ വന്നിരിക്കുന്നത്, മറിച്ച് കുരിശിൽ മരിക്കാനും ഉദ്ധാനം ചെയ്യാനുമാണ്. യേശുവിന് സാക്ഷ്യം പറയാനും ബാഹ്യപ്രകടനങ്ങൾ നടത്താനും നമ്മിൽ പലരും ഓടി നടക്കുമ്പോഴും യേശുവിന്റെ വാക്കുകൾ കേൾക്കുന്നവരും അനുസരിക്കുന്നവരും തുലോം വിരളം. പ്രകൃതി ശക്തികളെയും ശാരീരിക ബന്ധനങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ യേശുവിന് കഴിഞ്ഞു. എന്നാൽ മനുഷ്യനെ അനുസരിപ്പിക്കാൻ മാത്രം അവന് കഴിയുന്നില്ല. ഊമന് സംസാരശേഷി നൽകാൻ കഴിഞ്ഞു, എങ്കിലും അവനെ നിശബ്ദനാക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. നമുക്ക് അവൻ ശ്രവണശക്തി നൽകി സംസാരശക്തി തന്നു. എന്നിട്ടും പരസ്പരം പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെയാണ്. കാതുണ്ടായിട്ടും കേൾക്കാത്തവരും നാവുണ്ടായിട്ടും സ്തുതിക്കാത്തവരുമായി നാം തീർന്നിരിക്കുന്നു. ഇന്നിതാ കേൾക്കാത്തവനും സംസാരിക്കാത്തവനുമായിരുന്ന ഒരുവൻ സ്ഫുടമായി യേശുവിനെ പ്രഘോഷിച്ച് നമ്മെ നാണിപ്പിച്ചിരിക്കുന്നു.